ഇന്നത്തെ ബിസിനസ് ലോകം വളരെ ആഹ്ലാദപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് വീക്ക്ലി വർക്കിംഗ് ഡേയ്സ് 4 ഡേയ്സ് ആയിട്ട് കുറക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ വീക്ക്ലി 40 ഹവേഴ്സ് ഉള്ള വർക്കിംഗ് ഡേയ്സ് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. 1938 മുന്നേ ഒക്കെ 70 മണിക്കൂർ 80 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൾച്ചറായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അന്ന് അതിന് മാറ്റം കൊണ്ടുവന്നത് അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്നുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. അദ്ദേഹം അന്ന് വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് അന്ന് ഒപ്പുവെച്ച് ഇനി വർക്കിംഗ് ഹവേഴ്സ് 40 ഹവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അന്നത്തെ ആ സമയത്ത് ഒരുപാട് ബിസിനസ് ആളുകൾ അല്ലെങ്കിൽ കമ്പനികൾ അതിന് പ്രക്ഷോഭമായിട്ട് വന്ന് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും, അമേരിക്കൻ എക്കണോമി കൂപ്പുകുത്തും, ഷെയർ മാർക്കറ്റ് കുറയും എന്ന് തുടങ്ങി ഒരുപാട് പുകിലുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ വാർത്തകളെ ഞെട്ടിച്ചുകൊണ്ട് അതിന് വിപരീതമായിട്ടാണ് അന്ന് ഉണ്ടായത്. കാരണം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി, ആളുകളുടെ ക്ഷേമനിധികൾ അതിലൊക്കെ മാറ്റങ്ങളുണ്ടായി, ആളുകൾക്ക് ഫാമിലിയുമായിട്ട് ചെലവഴിക്കാനുള്ള സമയം കിട്ടിയപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി, അങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ അന്ന് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളായിട്ട് ജപ്പാൻ പോലെയുള്ള അല്ലെങ്കിൽ ബെൽജിയം പോലെയുള്ള ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് തുടങ്ങി. ഇപ്പോൾ ദുബായിലും അതിൻ്റെ ഒരു തുടക്കം ആയി തുടങ്ങിയിട്ടുണ്ട്. എംപ്ലോയീസിന്റെ വർക്ക് ലൈഫ് ബാലൻസിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അതല്ലെങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ആളെന്ന നിലയിൽ നിങ്ങളുടെ ഇതിനോടുള്ള അഭിപ്രായങ്ങൾ എന്താണ്?